നമസ്കാരം. ഈ പ്രതികൂല കാലാവസ്ഥയിലും പ്രസ് കൗൺസിലും എക്സ്റ്റൻഷൻ ചെയ്ത് നടത്തിയ പ്രതിഭാസ സംഗമത്തിലെത്തിയ എല്ലാ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആദ്യം തന്നെ ഹൃദയത്തെ ചാർത്തിയ നന്ദി രേഖപ്പെടുത്തുന്നു. വേദിയിലിരിക്കുന്ന സുമേഷ് ചേട്ടൻ, രതീഷ് ബാബോട്ടൻ, ഫെബിനേട്ടൻ, ടി വി ചേട്ടൻ, മനോജ് ചേട്ടൻ, മറ്റുള്ള രാജേട്ടൻ, അനീഷ് ചേട്ടൻ, എല്ലാവരും ആദ്യം പ്രസ് കൗൺസിലിന് പ്രത്യേകം നന്ദി, രതീഷ് ചേട്ടനോട് പ്രത്യേകം നന്ദി പറയുന്നു. ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ അത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അവസരം തന്നതിന് പ്രത്യേകം പറയുന്നു. ഞാൻ 2-3 കാര്യങ്ങൾ പറയുന്നുള്ളൂ. കാരണം 30 സെക്കൻഡ് റീലാണ് ക്ഷമയില്ലാത്ത ഇപ്പോഴത്തെ ജെൻസി കുട്ടികളുടെ ഒരുപാട് നേരം സംസാരിച്ചിരിക്കാൻ താല്പര്യമില്ല. നമ്മൾ എപ്പോഴും ആദ്യം പേരൻസിനോട് പറയുന്നത്, നമ്മൾ 10ാം ക്ലാസ് പരീക്ഷ കഴിയുമ്പോഴും +2 പരീക്ഷ കഴിയുമ്പോഴും നമുക്ക് പെട്ടെന്ന് ഒരുപാട് റിലേറ്റീവ്സ് വരും, തൊട്ടകേട്ടിൽ ആൾക്കാർ വരും, ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ആൾക്കാരുടെ ഉപദേശങ്ങൾ വരും. അത് ദയവേത് കേൾക്കാതെ സ്വന്തം കുട്ടിയുടെ ആഗ്രഹം എന്താണോ, സ്വന്തം കുട്ടിയുടെ സ്കിൽ എന്താണോ എന്നുള്ള കാര്യം ഇന്ന് ChatGPT ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ 10 മിനിറ്റോ 15 മിനിറ്റോ സഹായം കൊണ്ട് നമ്മൾ ഏത് മേഖലയിലാണ് പോയി ജോലി ചെയ്യാൻ പറ്റുക, ഏത് മേഖലയിലാണ് നമ്മൾ നന്നായി ശോഭിക്കാൻ പറ്റുക എന്ന് കണ്ടുപിടിക്കാൻ കഴിയും. ആ പ്രയോഗത്തിലൂടെ കുട്ടികളുടെ സ്കിൽ അനുസരിച്ച് അവർ സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എടുക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക. അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ടാണെങ്കിൽ എല്ലാവർക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിച്ച് കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആവാൻ കഴിയില്ല, എല്ലാവർക്കും നീറ്റ് പരീക്ഷ എഴുതി MBBS ആവാൻ കഴിയില്ല. മറിച്ച് ഈ എഞ്ചിനീയറോ ഡോക്ടറോ അല്ലാതെ മറ്റുള്ള മേഖലയിലും നമുക്ക് ശോഭിക്കാൻ കഴിയുന്ന ജോലികളുണ്ട്. അതിൽ നമ്മുടെ സ്കിൽ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളെ തിരഞ്ഞെടുക്കാൻ, സ്വതന്ത്രമായി ചിന്തിക്കാൻ അവർക്ക് അവസരം കൊടുക്കുക. ട്രെൻഡിനൊപ്പം പോകാതെ അവരുടെ സ്കിൽ എന്താണെന്ന് നോക്കുക. ഉദാഹരണത്തിന് ചുറ്റൂരിൽ 11 ഡോക്ടർ മാത്രമേ ഉള്ളൂ. ഒരു പണി വന്നപ്പോൾ കാണിക്കാൻ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ടും എല്ലാവരും 11 ഡോക്ടർ പോവുക. അതിനുശേഷം ഒരു 10,000 ഡോക്ടർമാർ MBBS പഠിച്ച കുട്ടികൾ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവരുടെ പേര് നമ്മൾ അറിയാതെ പോയത്? നമുക്ക് സ്കില്ലുള്ള ആൾക്കാർ വരുമ്പോഴാണ് നമ്മൾ വിശ്വസിച്ച് നമ്മുടെ ശരീരം അവയവങ്ങളും എല്ലാം നമ്മൾ ട്രീറ്റ്മെൻറ്റായിട്ട് കൊണ്ടുപോകുമ്പോൾ സ്കില്ലുള്ള ആൾക്കാരൊക്കെ പോകുന്നതിൻ്റെ കാര്യം കൊണ്ടാണ്. അപ്പോൾ നമ്മളുടെ സ്കിൽ എന്താണെന്ന് മനസ്സിലാക്കുക. ഒരു യൂട്യൂബർ ആവാം എന്ന് പറയുന്നത് മോശമായിട്ടുള്ള കാര്യമില്ല, ഒരു ഫോട്ടോഗ്രാഫി പഠിക്കുക എന്ന് പറയുന്നത് മോശമായിട്ടുള്ള കാര്യമില്ല, ഒരു ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ കുട്ടി ഫാഷൻ ഡിസൈനർ ആണെന്ന് പറഞ്ഞാൽ അമ്മ മനസ്സിലാക്കുന്നത് മോള് ടൈലറിംഗ് പഠിക്കാൻ പോകുന്നതാണ്. ശരിയല്ലേ? അപ്പോൾ ആ ചിന്താഗതി മാറ്റുക. എല്ലാ മേഖലയിലും സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ മനസ്സിലാക്കാൻ കുട്ടികളുമായിട്ട് സംസാരിച്ച് കുട്ടികളുടെ വിഷയം എന്താണോ അതിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയുടെ അവസ്ഥ വെച്ചുകൊണ്ട് മെറിറ്റിൽ പഠിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ മെറിറ്റിൽ പഠിക്കുക. അല്ലെങ്കിൽ സ്വാശ്രയ കോളേജുകളിൽ ഭീമമായ തുകയില്ലാതെ അവിടുത്തെ എൻട്രൻസിലൂടെ എല്ലാം പഠിക്കാൻ പറ്റുമെങ്കിൽ അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെന്ന് പറയുന്നത് +2 കഴിഞ്ഞിരിക്കുന്ന കുട്ടികളോടാണ്. കേരളത്തിൽ മെഡിക്കൽ, പാരാമെഡിക്കൽ, ഡിഗ്രി, എഞ്ചിനീയറിംഗ് ഇങ്ങനെയുള്ള കോഴ്സുകളാണ് നമുക്ക് +2 കഴിഞ്ഞാൽ പഠിക്കാനുള്ള അവസരം ഉണ്ടാവുക. അപ്പം കേരളത്തിൽ ഈ മെഡിക്കൽ, പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കാൻ കേരളത്തിൻ്റെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയായ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന രീതിയിലുള്ള കോളേജുകളുണ്ട്. പാലക്കാടും കേരളത്തിലെല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ മെഡിക്കൽ, പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി സുഹാസാണ് എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അബ്ദുൽ കലാം കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി KTU എന്ന് പറയും, അതിലാണ് പഠിക്കുകയാണെന്ന് നമ്മൾ ആദ്യം ഉറപ്പുവരുത്തണം. ഡിഗ്രി ആണെങ്കിൽ പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട് മേഖലയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും, കാലിക്കറ്റിന്റെ മുകളിലോട്ട് കണ്ണൂരും, തൃശ്ശൂരിലാണ് MGയും, തിരുവനന്തപുരത്തിലുള്ള കേരള യൂണിവേഴ്സിറ്റിയാണ് ഉറപ്പുവരുത്തുക. അതല്ലാതെ UGCയുടെ നോംസ് പ്രകാരം പ്രവർത്തിക്കുന്ന അമൃത യൂണിവേഴ്സിറ്റിയോ ചെന്നൈ യൂണിവേഴ്സിറ്റിയോ പോലുള്ള യൂണിവേഴ്സിറ്റിയോ ചൂസ് ചെയ്യാം. ഡിപ്ലോമ ഡോക്ടറിന്റെ അണ്ടറിലാണ്, ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അണ്ടറിലാണ് എന്ന് ഉറപ്പുവരുത്തുക. ഇതിവിടെ പറയാനുള്ള അവസരം എന്താണെന്ന് വെച്ചാൽ, വലിയ സിനിമാ നടന്മാർ വന്ന് 21 വയസ്സിൽ സെറ്റിലാണെന്ന് പറയും. 21 വയസ്സിൽ സെറ്റിലായിട്ട് നമുക്ക് അതിൽ ധൃതിയുണ്ടോ? നമ്മുടെ സ്കിൽ അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ജോലി, നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലി ചെയ്യുന്നതാണോ നല്ലത്? പെട്ടെന്ന് കാശുണ്ടാക്കിയിട്ട് ലൈഫ് സെറ്റിലായിട്ട് 10-30 വയസ്സാവുമ്പോൾ തന്നെ നമുക്ക് സ്വന്തമായി കഴിവില്ലാത്തതുകൊണ്ട് ആ ചെയ്യുന്ന ജോലിയിൽ പ്രത്യേകിച്ച് പ്രാവീണ്യമില്ലാതാവുന്നുണ്ടാവും, നമ്മൾ ആ ഫീൽഡിൽ ഔട്ടായിട്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള പരസ്യങ്ങളിലും അന്യസംസ്ഥാന യൂണിവേഴ്സിറ്റികളുടെ ഒരുപാട് പ്രോഗ്രാം, പാലക്കാടാണെങ്കിൽ പോലും ട്രിനിറ്റി എന്ന് പറഞ്ഞ കണ്ണാശുപത്രിയിൽ കർണാടകയിലുള്ള രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി GNM പഠിപ്പിക്കുന്നു. അത് കർണാടകയിൽ പഠിക്കുന്ന, ഒന്നുകൂടെ പറഞ്ഞാൽ തമിഴ്നാട്ടിലാണെങ്കിൽ പാരാമെഡിക്കൽ MGR യൂണിവേഴ്സിറ്റിയും, എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അണ്ണാ യൂണിവേഴ്സിറ്റിയും, ഡിഗ്രി ആണെങ്കിൽ
കോയമ്പത്തൂർ ഭാരതാണെങ്കിൽ ഭാരതയാറും, ഈറോഡാകുമ്പോൾ പെരിയാറും, തൃശ്ശിയിലാണെങ്കിൽ ഭാരതദാസൻ, കർണാടകയിലാണെങ്കിൽ മെഡിക്കൽ കോഴ്സ് പഠിക്കുന്നത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലും, എഞ്ചിനീയറിംഗ് പഠിക്കുന്നത് VTU വിശ്വേശ്വരയ്യ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലും, ഡിഗ്രി ആണെങ്കിൽ ബാംഗ്ലൂർ, മൈസൂർ, തുംകൂർ, മംഗ്ലൂർ എന്നുള്ള യൂണിവേഴ്സിറ്റികളാണ്. അപ്പോൾ അതത് ഓരോ യൂണിവേഴ്സിറ്റികൾക്കും ഒരു ടെറിട്ടറി ഉണ്ട്. അപ്പോൾ ടെറിട്ടറി എന്ന് പറയുമ്പോൾ പാലക്കാട് ഞാൻ പറഞ്ഞ പോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി പ്രോഗ്രാം തരുന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും നിങ്ങൾക്ക് ബാംഗ്ലൂരിലെയോ അല്ലെങ്കിൽ മറ്റുള്ള നോർത്ത് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി പഠിച്ചാൽ ജോലി കിട്ടുമായിരിക്കാം. പക്ഷെ പിന്നീട് ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. അതിപ്പോഴായിരിക്കില്ല അറിയുന്നത്. നിങ്ങൾ 8 or 10 വർഷം കഴിഞ്ഞ് ലൈഫ് ഒന്ന് സെറ്റിലാവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോഴാണ് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി പഠിച്ച് നിങ്ങൾ പുറത്ത് പോകുമ്പോഴാണ് നമുക്ക് വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ പറ്റുക. പ്രത്യേകിച്ച് പാരൻസ് കുട്ടികളും ആ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നത് വിശ്വസിക്കുന്നു. ഇനി 2 കാര്യം. ടിൻഷേട്ടൻ സംസാരിക്കണമെന്നപ്പോൾ ഒരു കാര്യം ടിൻഷേട്ടൻ്റെ അനുഭവം പറയുന്നത് വിചാരിച്ചു. 2001 December 3 പഞ്ചാബിലെ മൊഹാലിയിൽ ആദ്യത്തെ 4ാമത്തെ സൗരവ് ഗാന്ധിയുടെ ക്യാപ്റ്റൻസിയിൽ 4ാമത്തെ ബോളിൽ എം എ ബക്ഷറിനെ ഔട്ടറാക്കിയപ്പോൾ ഉണ്ടായ അനുഭവത്തെ കുറിച്ച് ചിലപ്പോൾ പറയും. അതിനെക്കുറിച്ച് പറയണേ. അത് സുമേഷ് എഴുതി ചോദിച്ചിരുന്നു, എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് ആണോ കരിയർ കൗൺസിലർ? 2 അല്ലേ ചോദിച്ചു. സുമേഷ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റ് നല്ലൊരു കരിയർ കൗൺസിലറിന് നല്ലൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് ആകാൻ പറ്റും. ഞാൻ പ്രതീഷ്, ശ്രീ മനോജ്, നവീൻ ഞങ്ങളെല്ലാം കൺസൾട്ടന്റുമാരാണ്. 19-20 വർഷമായിട്ട് മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ്. ഞങ്ങളെല്ലാം എഞ്ചിനീയറിംഗും LLBയും അതുപോലെ MSW പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെങ്കിൽ ഞങ്ങൾ പോക്കറ്റ് മണിക്കായിട്ട് ചെറിയ രീതിയിൽ തുടങ്ങി ഇപ്പോൾ പ്രൊഫഷണലായിട്ട് കൊണ്ട് നടക്കുകയാണ്. കാരണം ഈ മേഖലയിൽ ഒരുപാട് എല്ലാ മേഖലയിലും കള്ളനാണ്യങ്ങൾ ഉണ്ടാവില്ല. ഈ മേഖലയിലും കള്ളനാണ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ശോഷണ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും വിദേശ രാജ്യങ്ങളിലും ശോഷണ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. പക്ഷേങ്കിൽ ഞങ്ങളുടെ അനുഭവങ്ങളാണ്. നമ്മൾ എല്ലാ കുട്ടികളും ഞങ്ങളുടെ ശോഷണ കോളേജിൽ ഒന്ന് ചേരണമെന്ന് ആവശ്യപ്പെടുന്നില്ല. ഞങ്ങൾക്ക് എന്താ വെച്ചാൽ നിരവധി കോളേജുകളായിട്ടുള്ള പരിചയവും നിരവധി യൂണിവേഴ്സിറ്റിയുടെ പഠന രീതികളും അറിയുന്നതുകൊണ്ട് ഞങ്ങളെ കൺസൾട്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിലുള്ള കേരളത്തിലെ LBSഉം PNC മാക്കും അതുപോലെ കീമിൻ്റെ രജിസ്ട്രേഷനിലൂടെയും അല്ലെങ്കിൽ നീറ്റിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഏത് മാർക്കിനാണ് ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടി എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാനുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നല്ലൊരു കരിയർ കൗൺസിലറിന് നല്ല എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് ആകാം. പിന്നെ അതുപോലെ MLA സുമേഷ് ചേട്ടനോട് ആവശ്യമുണ്ട്. നിരവധി അധികം വിദ്യാർത്ഥികൾ ഞങ്ങളുടെ കഴിവ് മാറ്റുന്ന പരിപാടിയാണ്. എന്നാലും ചിറ്റൂരിലൊരു ഡിഗ്രി കോളേജ്, ഒരു പാരാമെഡിക്കൽ കോളേജ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്നാൽ വലിയ ഉപകാരമായിരിക്കും. അല്ലെങ്കിൽ ശോഷണീയമാണെങ്കിൽ ഞങ്ങൾ സഹായിക്കാം. പോരാ എന്നിട്ട് എങ്ങനെ 25 തമിഴ്നാട് ബസ് പാരാമെഡിക്കൽ ചിറ്റൂരിലൊരു പാരാമെഡിക്കൽ കോളേജ്, ഒരു അഗ്രികൾച്ചർ കോളേജ് സുമേഷ് ചേട്ടൻ 5 വർഷം കൊണ്ട് കൊണ്ടുവരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. നന്ദി, നമസ്കാരം. താങ്ക് യു. അടുത്തതായിട്ട് ആദരിക്കലാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ആദ്യമായി ആദരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അഭിമാന താരം, മുൻ ഇന്ത്യൻ ക്രിക്കറ്റ്